ബഷീറിന്റെ പുസ്തകം അല്ലേ? വരൂ, എല്ലാവരും വരൂ, നോക്കാം എവിടെയാണ് ബഷീറിന്റെ പുസ്തകങ്ങൾ വെച്ചിട്ടുള്ളത്. ഇതാ ഇവിടെയാണ് ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നോക്കിയെടുത്തോളൂ. പല രീതിയിൽ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കാറുണ്ട്. സാഹിത്യകാരന്മാരുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ, സാഹിത്യ വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ, അങ്ങനെ പലതും. ഇവിടെ ഇപ്പോൾ നമ്മൾ സാഹിത്യകാരന്മാരുടെ പേരിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതൊക്കെ പുസ്തകങ്ങളാണ് കിട്ടിയത്? ഓർമ്മക്കുറിപ്പ്, പാത്തുമ്മയുടെ ആട്, വിശ്വവിഖ്യാതമായ മൂക്ക്, ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, വിഡ്ഢികളുടെ സ്വർഗം, ഇങ്ങനെ പലതും. ഇമ്മിണി വലിയ ബഷീർ. ഇത് ബഷീറിനെ കുറിച്ചുള്ള ഒരു പഠന പുസ്തകമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇതുപോലെ ലൈബ്രറിയിലുണ്ട്. പലരും വായിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. അല്ലേ, മലയാളം എഴുതാനും വായിക്കാനും അറിയുന്ന എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ബഷീറിൻ്റെ എല്ലാ കൃതികളും. കാരണം അത് ജീവിതവുമായി അത്രയേറെ ബന്ധമുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് ഈ ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന കൃതി, സുഹറ എന്നത് യഥാർത്ഥത്തിൽ ബഷീറിൻ്റെ കളിക്കൂട്ടുകാരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കൃതിയുടെ അവതാരിക എഴുതിയ MP പോൾ പറഞ്ഞിട്ടുള്ളത്, ഇത് ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ഏടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വക്കിൽ ചോര പിന്നിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ മജീദിൻ്റെയും സുഹ്റയുടെയും ഒപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും ഒക്കെ ജീവിതവും അവരുടെ ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. അതൊന്ന് ഭാവനയിൽ കണ്ടുകൊണ്ട് ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവതരിക്കുന്ന വയസ്സുകാരി സുഹറയും 9 വയസ്സുകാരൻ മജീദും മലയാളിയുടെ മനസ്സിൽ കുടിയേറിയിട്ട് 80 വർഷം കഴിഞ്ഞു. 1944 ബഷീർ പ്രേമലേഖനം എഴുതുന്നത്. കാവ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് ബഷീറിൻ്റെ പ്രേമലേഖനം. രസകരമായ സംഭാഷണങ്ങളിലൂടെ ബഷീർ മതപരമായ യാഥാസ്ഥിതികതയെയും സ്ത്രീധന സമ്പ്രദായത്തെയും കണക്കറ്റ് പരിഹസിക്കുന്നു. ഇതിലെ നായികന്മാരാണ് സാറാമ്മയും കേശവൻ നായരും. കേശവൻ നായർ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. സാറാമ്മയുടെ വീട്ടിൻ്റെ മുകളിലാണ് കേശവൻ നായരുടെ താമസം. വിദ്യാസമ്പന്നയായ സാറാമ്മയ്ക്ക് ജോലിയൊന്നുമായില്ല. കേശവൻ നായർ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു. നീ എന്നെ പ്രേമിക്കുക എന്ന ജോലി ചെയ്താൽ നിനക്ക് ഞാൻ ശമ്പളം തരാം. രണ്ടുപേരും ഭാവി ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഭാവിയിൽ നമുക്ക് കുട്ടികളുണ്ടായാൽ എന്ത് പേരിടണം? അത് ഒരു ജാതിയെയും കുറിക്കുന്നതാവരുത്. പല പേരുകളും നിർദ്ദേശിക്കുന്നു. ഒടുവിൽ ഒരു ജാതിയിലും പെടാത്ത ആകാശമിഠായി എന്ന പേരിടാൻ ഇരുവരും തീരുമാനിക്കുന്നു.
പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭരവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദ്ധാരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ കേശവൻ. മതിലുകൾക്കുമേൽ ചുള്ളിക്കമ്പുയർത്തിയ സ്നേഹമേ, റോസാപ്പൂ കൊണ്ട് സുദൃഢമാക്കിയ സൗഹൃദമേ, കല്ലിന്റെ കവിളുകളിൽ ചുണ്ടുകൾ ചേർത്ത് അനശ്വരമാക്കിയ പ്രണയമേ, നീ നിലനിൽക്കുന്ന അത്രയും കാലം ബഷീറും ഇവിടെയുണ്ട്. നാടും മുഴുവനായും നിന്നെ ഓർക്കും.